Hello, I am Smitha K, Assistant Professor in the Department of BWO, Industrial Instrumentation and Automation at MES College, Marampally. So, this is Lesson 5, Social Psychological Theories. So, Social Psychological Theories, Lesson 5. After reading this lesson, you should be able to appreciate the biography of Alfred Adler and his possible influence on his thought. Adler is an individual psychologist. Understand the concept of fictional finalism. Understand the basic assumptions held by Adler's striving for superiority. Then inferiority feelings. Then social interest. Then style of life. Creative self. Characteristic research methods. അപ്പോൾ ഇതെല്ലാം എന്താവണം ഈ ലെസൺ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളിതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ ലേൺ ചെയ്യാനായിട്ട് ഏബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രോയിഡിൻ്റെയും ജെങ്സിൻ്റെയും പോലെ ഒരു സൈക്കോളജിസ്റ്റാണ് അഡ്ലർ. അപ്പോൾ ആദ്യം ഫസ്റ്റ് അയാളുടെ ബയോഗ്രഫി പഠിക്കും, പിന്നെ അയാളുടെ ഓരോ തിയറീസ് കഴിഞ്ഞ ലെസൺസിലെ പോലെ തന്നെ പഠിക്കും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അഡ്ലറിൻ്റെ ബയോഗ്രഫി നോക്കാം. Eventually, both voiced their opposition to what they felt was the master's excessive emphasis on sexuality and aggression as the centers of human life. ഇതാരെ പറ്റി പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ കഴിഞ്ഞ ലെസൺസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണല്ലോ, ഇത് 5th ലെസണാണ്. ഫ്രോയിഡിനെ പറ്റിയാണ് പറയുന്നത്. ഫ്രോയിഡിൻ്റെയും ജങ്ങിൻ്റെയും കൂടെ ഇയാൾക്കും ഒരു അവരൊക്കെ ഇയാളുടെ മാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ എന്ത് പറ്റി, ഈ ജെങ്സിനാണെങ്കിലും അഡ്ലർ എന്ന് പറഞ്ഞ ആൽഫ്രഡ് അഡ്ലർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റിനായാലും ഈ ഫ്രോയിഡിൻ്റെ അമിതമായ എന്താ പറയുന്നത് അഗ്രഷൻ, ദേഷ്യം, അതുപോലെ സെക്ഷ്വാലിറ്റി, എപ്പോഴും പ്ലഷർ സീക്കിംഗ് എന്നുള്ളൊരു അഭിപ്രായമാണല്ലോ ഫ്രോയിഡിന്. അപ്പോൾ അത് ഇവർക്ക് രണ്ടുപേർക്കും അതത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ഹ്യൂമൺ എപ്പോഴും മോശമായ രീതിയിലാണല്ലോ ഫ്രോയിഡ്, മോശം എന്ന് പറഞ്ഞാൽ അഗ്രസീവാണ്, പിന്നെ പ്ലഷർ സീക്കിംഗ് ആണ്, അമിതമായിട്ടുള്ള പ്ലഷർ സീക്കിംഗ് ആണ്. അപ്പോൾ ഈ രണ്ട് തിയറീസിനോടും ഇവർക്ക് രണ്ടുപേർക്കും ജെങ്സിനും അഡ്ലറിനും വിയോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞ് ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ പറഞ്ഞേക്കുന്ന സെൻറ്റൻസ്. ഇവൻച്വലി ബോത്ത് വോയ്സ്ഡ് ദെയർ ഒപ്പോസിഷൻ ടു വാട്ട് ദേ ഫെൽറ്റ് വാസ് ദ മാസ്റ്റേഴ്സ് എക്സസീവ് എംഫാസിസ് ഓൺ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രോയിഡാണ്, എക്സസീവ് എംഫാസിസ് ഓൺ സെക്ഷുവാലിറ്റി ആൻഡ് അഗ്രഷൻ ആസ് ദ സെൻറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫിന് അത് മാത്രമാണോ ലക്ഷ്യങ്ങളുള്ളൂ? അല്ല. എന്താ സെക്ഷുവാലിറ്റിയും അഗ്രഷനും മാത്രമുള്ളൂ? അല്ല. വേറെ എന്തെല്ലാം പോസിറ്റീവായിട്ട്, അതും പോസിറ്റീവാണ് ചില സെൻസിൽ, അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അഡ്ലറും ജെങ്ങും അതിനോട് വിയോജിപ്പുണ്ടായി. The cornerstone of Adler's system is the view that the person cannot be separated from the social community. അഡ്ലറും ജെങ്ങും മനുഷ്യ മനസ്സിനെ കുറച്ചും കൂടെ സോഷ്യലായിട്ടും കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടും ഒക്കെയാണ് കാണുന്നത്. ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയിലാണ് ഇയാൾക്കും എന്താ പറയുന്നത്, സോഷ്യൽ കമ്മ്യൂണിറ്റിയാണ് ടൈഡപ്പാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. നമുക്കറിയാം ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ലൈഫാണ് എപ്പോഴും ലീഡ് ചെയ്യുന്നത്. Other significant themes exposed by this psychiatrists focus on ability of the people to shape their own destinies, overcome primitive drives and an uncontrollable environment in striving for more fulfilling lives. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇയാളുടെ അഡ്ലറിൻ്റെ തിയറി അനുസരിച്ച് എന്താണ്, നമ്മൾ ഹ്യൂമൻ ബീങ് ഏബിളാണ് എന്തിനൊക്കെ, ഷേപ്പ് ദെയർ ഓൺ ഡെസ്റ്റിനീസ്, നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഷേപ്പ് ചെയ്യാൻ നമുക്കറിയാം. പ്രിമിറ്റീവ്, വളരെ പ്രിമിറ്റീവായിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള എന്താ ലൈഫ് ഫുൾഫില്ലിങ്ങിനെ നമുക്ക് കുറച്ചൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും, അല്ലേ? നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അങ്ങ് നടത്താൻ നമ്മൾ എന്താ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളൊന്നും അല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എല്ലാ നീഡ്സും ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, ആ നീഡ്സിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഇംപ്രൂവ് ദംസെൽസ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് ദം ത്രൂ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്.
നമുക്ക് ഒന്ന് സോഫിസ്റ്റിക്കേറ്റഡ് ആക്കാൻ പറ്റും. നമ്മളെ തന്നെ ഒന്ന് പോളിഷ് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ പോളിഷ് ചെയ്യാനും ക്രിയേറ്റിവിറ്റി പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അതൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഇതൊക്കെയാണ് ആൽഫ്രഡ് അഡ്ലറിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അയാളുടെ ബയോഗ്രഫിക്കൽ സ്കെച്ച് നമ്മൾ പതിവ് പോലെ ഫ്രോയിഡിൻ്റെയും ജെങ്ങിൻ്റെയും പോലെ അത് നോക്കും. ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ഓക്കെ. ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ആൽഫ്രഡ് അഡ്ലർ. Adler was born in Vienna in 1870. He lived there until 1935. He had to move to United States due to threat from the Nazi regime. നാസി റെജിം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ പടയെ പറ്റിയൊക്കെ, ഹിറ്റ്ലറിൻ്റെ ആ ഗ്രൂപ്പിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര ക്രൂവലായിട്ട് ആളുകളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകേണ്ടി വന്നു. ഈ റിസീവ്ഡ് എ മെഡിക്കൽ ഡിഗ്രി ഇൻ 1835. ഹി റിസീവ്ഡ് 1835. ഇതിനെന്താ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 1870 അയാൾ ജനിച്ചത്. 1835 ഇങ്ങനെ ജനിക്കുന്നതിന് ഡിഗ്രി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഇയർ തെറ്റാണ് നമുക്ക് ഈ കാണിച്ചേക്കുന്നത്. റിസീവ്ഡ് എ മെഡിക്കൽ ഡിഗ്രി ഫ്രം ദ സെയിം യൂണിവേഴ്സിറ്റി അറ്റ് വിച്ച് ഫ്രോയിഡ് ഹാഡ് സ്റ്റഡീഡ് മെഡിസിൻ. അപ്പോൾ ഇതിൽ ഈ ഇയറിൽ എന്തോ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ പറയണ്ട, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ റിസീവ്ഡ് എ മെഡിക്കൽ ഡിഗ്രി ഫ്രം സെയിം യൂണിവേഴ്സിറ്റി അറ്റ് വിച്ച് ഫ്രോയിഡ് ഹാഡ് സ്റ്റഡീഡ് മെഡിസിൻ എന്ന് എഴുതിയാൽ മതി. കാരണം തൊട്ട് മേലെ ഉള്ളത് അത്രയും നാൾ അയാൾ വിയന്നയിൽ ജീവിച്ചു എന്നുള്ളതാണ്. ഫ്രം 1870 to 1935. അതിനുശേഷം അമേരിക്കയിലേക്ക് വന്നു ഹിറ്റ്ലറിന്റെ റെജിമിനെ പേടിച്ചിട്ട്. പിന്നെ അയാൾ ഡിഗ്രി റിസീവ് ചെയ്ത ഇയറാണ് പിന്നെ രണ്ടാമത്തെ സെന്റൻസിൽ, പിന്നത്തെ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് 1835 എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഹി റിസീവ്ഡ് മെഡിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും തെറ്റാണല്ലോ. 1870 ജനിച്ച ഒരാൾക്ക് 1835 എന്തായാലും മെഡിക്കൽ ഡിഗ്രി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മിസ്റ്റേക്ക് വന്നാണ്. അത് 1935 ആണോന്ന് നമുക്ക് അറിയില്ല, അതും പറഞ്ഞിട്ടില്ല. അത്രയും നാളും വിയന്നയിൽ ജീവിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. വിയന്നയിൽ നിന്ന് അമേരിക്കയിലെത്തി ഉടനെ തന്നെ ഡിഗ്രി ആ ഇയറിൽ തന്നെ എടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഇയർ സ്പെസിഫൈ ചെയ്യേണ്ട അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളില്ല അതിൽ. അപ്പോൾ അയാളൊരു മെഡിക്കൽ ഡിഗ്രി ഏൺ ചെയ്തു. പിന്നെ സൈക്യാട്രിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഫ്രോയിഡിന് വളരെ ഇംപ്രസീവ് ആയിരുന്നു അയാളുടെ ക്യാരക്ടറും അയാളുടെ സ്റ്റഡീസും എല്ലാം. ഫ്രോയിഡ് അയാളുടെ പ്രൊഫസറൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ചില അഗ്രഷനും സെക്ഷൽ നീഡും അവർക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞത് മാസ്റ്ററുമായിട്ടുള്ള, അതായത് ഫ്രോയിഡുമായിട്ടുള്ള. അഡ്ലർ വാസ് ഡീപ്ലി കൺസേൺഡ് വിത്ത് ദ മെന്റൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ. അധികവും കുട്ടികളുടെ സൈക്കോളജി ആണ് അഡ്ലർ റിസർച്ച് ചെയ്തിരുന്നത്. കുട്ടികളുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ അവരുടെ മനസ്സും ശരീരവും ഒരുപോലെയാണ് വളരുന്നത്. അപ്പോൾ അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ. അപ്പോൾ കുട്ടികളുടെ സൈക്കോളജിയിലാണ് അയാൾ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അഡ്ലർ ഗ്രേറ്റ്ലി എംഫാസിസ് ദ റോൾ ഓഫ് ഫ്യൂച്ചർ ഗോൾസ് ഇൻ ഡിറ്റർമിനിങ് പ്രസന്റ് ബിഹേവിയർ. അപ്പോൾ അയാൾ പറയുന്ന ഭാവിയിലേക്കുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും. ഇപ്പം നമ്മളെങ്ങനെ പെരുമാറുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും. Adler emphasizes that one's intention or goal directs his or her behavior. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, അതാണ് നമ്മളെ ഗോളിലേക്ക് നയിക്കുന്നത്. നമുക്ക് എന്താണ് ആഗ്രഹം, നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻ്റ് ആണല്ലോ. അപ്പം അയാളുടെ ആ ഗോളാണ്, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ അനുസരിച്ചാണ് നമ്മുടെ ബിഹേവിയർ, അല്ലേ? നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബിഹേവിയറിൽ ചേഞ്ച് വരും നമ്മുടെ ക്യാരക്ടറിൽ. The purpose that one has guided the choice of his or her behavior that will help achieving the purpose. അപ്പോൾ പർപ്പസ് എന്താണോ, ഗോൾ എന്താണോ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബിഹേവിയർ ഫോർമാറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്, മനഃപൂർവ്വമല്ല. Alfred Adler postulates a single drive or motivating force behind all our behavior and experience. By the time his theory had got into most mature form, he called that motivating force the striving for perfection. നമുക്ക് നേരത്തെ ജെങ്സ് പറഞ്ഞ സൈക്കിക് എനർജി എന്നൊക്കെ പറഞ്ഞ് അതിനെ റീപ്ലേസ് ചെയ്ത് അഡ്ലർ പറയുന്നത് സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ. അതാണ് എന്താണ് സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള സ്ട്രഗിൾ, അതാണ് സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ വാസ് നോട്ട് ദ ഫസ്റ്റ് ഫ്രേസ് അഡ്ലർ യൂസ് ടു റെഫർ ഹിസ്
to his single motivating force. His earliest phrase was aggression drive. അഗ്രഷൻ ഡ്രൈവ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്ന ഒരു വേർഡായതുകൊണ്ടാണ് അയാളത് റീതിങ്ക് ചെയ്ത് സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ എന്നുള്ള വാക്കിലേക്ക് മാറിയത്. Another word Adler used to refer to basic motivation was compensation or striving to overcome. കോമ്പൻസേറ്റ് ചെയ്യുക, നമുക്ക് മോശമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് കോമ്പൻസേഷൻ. One of Adler's earliest phrases was masculine protest. He noted something pretty obvious in his culture. Boys were held in higher esteem than girls. അയാളുടെ കൾച്ചറിലാട്ടോ ഈ പറയുന്നത്. അതാ പറയുന്നത് എല്ലാവരുടെയും തിയറീസ് അവരവരുടെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ കുറച്ചൊക്കെ. അപ്പോൾ അഡ്ലറിൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, ബോയ്സ് കുറച്ചും കൂടി ഗേൾസിനെയൊക്കെ കുറച്ചും കൂടി എസ്റ്റീംഡ് ബിഹേവിയർ ആണ്. ബോയ്സ് വാണ്ടഡ് ഓഫൺ ഡെസ്പറേറ്റ്ലി ടു ബി തോട്ട് ഓഫ് എസ് സ്ട്രോങ് അഗ്രസീവ്. അവർക്ക് തന്നെ ഒരു വിചാരമുണ്ട്, അവർ അഗ്രസീവ് ആണ്, സ്ട്രോങ് ആണ്, മസ്കുലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് നോട്ട് വീക്ക്, പാസീവ് ഓർ ഡിപ്പെൻഡൻറ്റ്. അവരാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരു പ്രായത്തിൽ ബോയ്സിന് അങ്ങനെ തോന്നുന്നു. പക്ഷേ ഗേൾസിനാണെങ്കിൽ അത് അത്രമാത്രം ലീഡ് ചെയ്യുന്നൊരു ഫീലിംഗ് അല്ല അയാളുടെ കൾച്ചറിലട്ടോ. ഇനി ഇത് പറയുമ്പോൾ വേറെ ലേഡീസ് ആരും ഒന്നും വിചാരിക്കണ്ട, അയാളുടെ കൾച്ചറിലെ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാവർക്കും അവനവൻ്റെതായ അച്ചീവ്മെൻറ്റ്സും അവനവൻ്റെതായ പേഴ്സണാലിറ്റിയും അതിന് പിന്നെ ഫീമെയിൽ മെയിൽ അങ്ങനെയൊന്നും ഇല്ല. they do after all have the power, the education and apparently. അപ്പോൾ അയാളുടെ ഒരു കൺസെപ്റ്റിൽ അയാൾ കണ്ടിരിക്കുന്നത് വെച്ച് വിമണിനേക്കാൾ ഒന്നും കൂടെ മെന്നാണ് എല്ലാത്തിലും ലീഡ് ചെയ്യുന്നതെന്നാണ് അയാൾ പറയുന്നത്. But Adler did not see men's assertiveness and success in the world as due to some innate superiority. He saw it as reflection of the fact that boys are encouraged to be assertive in life and girls are discouraged. അയാൾ തന്നെ പറയുന്നുണ്ട് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആവാൻ കാരണം ബോയ്സ് കൂടുതൽ അച്ചീവ്മെന്റ് എടുക്കാനും കൂടുതൽ അഗ്രസീവ് ആവാനും മസ്കുലൈൻ ആവാനും എല്ലാത്തിനും കാരണം എന്താണ്, അവരെ എല്ലാവരും എൻകറേജ് ചെയ്യും അയാളുടെ കൾച്ചറിൽ. ഇവിടെയും കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ചില സമയത്ത്. പിന്നെ ഗേൾസിന് എന്ത് പറ്റും, എല്ലാത്തിലും ഡിസ്കറേജ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. ഇനി ഫിക്ഷണൽ ഫൈനലിസം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഫിക്ഷണൽ ഫൈനലിസം, ഫിക്ഷൻ എന്ന് വെച്ചാൽ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒത്തിരി ബുക്സ് വായിച്ചിട്ടുണ്ടാവും സയൻസ് ഫിക്ഷനെ പറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സ്. ദ ടൈം മെഷീൻ എന്നൊക്കെ പറഞ്ഞ ബുക്കൊക്കെ സയൻസ് ഫിക്ഷനാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ അല്ല, ഒരുപക്ഷെ ഫ്യൂച്ചറിൽ റിയൽ ആയേക്കാം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ആ മെഷീനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം. അതുള്ളതാണോ? അല്ല. എന്നാൽ ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ ഒരു മെഷീൻ, നമുക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ ഫിഷൻ, അത് എപ്പോഴും ഒരു സ്പെസിഫിക് ആയിരിക്കണമെന്നില്ല, അതൊരു മെറ്റീരിയലൈസ്ഡ് ആയിരിക്കണമെന്നില്ല, എന്നാലും നടക്കാവുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് ഫിഷൻ എന്നുള്ളത് തന്നെ വരുന്നത്. ഇൻ ദിസ് എംഫസിസ് ഓൺ ഗോൾസ് ആസ് ദ മേജർ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ, അഡ്ലർ കെയിം ടു റിയലൈസ് ദാറ്റ് അവർ ഗോൾസ് ആർ യൂഷ്വലി ഫിഷണൽ ഇൻ നേച്ചർ. നമ്മുടെ ഗോൾസ് ഞാൻ പറഞ്ഞില്ലേ ഫ്യൂച്ചറിൽ നടന്നേക്കാവുന്നത്, അതിനല്ലേ നമ്മൾ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെന്റ്. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഗോള്. അപ്പം അത് ഈ ഫിക്ഷണലാണ്, ഭാവിയിൽ നടന്നേക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഫിഷൻ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. സം ബിലീവ്സ് ഈവൻ ഇഫ് ദെയർ ഫിഷൻസ് ആർ വാല്യുബിൾ ബിക്കോസ് ദെ പ്രമോട്ട് പോസിറ്റീവ് ബിഹേവിയർ. അത് ഈ ഫിഷൻസ് കുറച്ച് ബിലീഫ്സ് ഒക്കെ നല്ലതാണ്, കാരണം നമുക്കൊരു പോസിറ്റീവ്നെസ് ഉണ്ടാകും. നല്ലൊരു ഗോളാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളുടെ നല്ല ബിഹേവിയർ പ്രൊമോട്ട് ചെയ്ത് നിൽക്കും, അല്ലേ? അപ്പം അതുകൊണ്ട് ഫിഷനിലേക്ക് ഒരു പോസിറ്റീവ് ബിഹേവിയറിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഫിഷന്റെ കൺസെപ്റ്റ് നമുക്ക് അയാൾ പറയുന്നുണ്ട്. സം ഫിഷൻസ് കനോട്ട് ബി ടെസ്റ്റഡ്. ഫോർ എക്സാമ്പിൾ ഹോണസ്റ്റി, ദ ബെസ്റ്റ് പോളിസി. നമുക്ക് ചിലപ്പോൾ ചില ഫിഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ചിലത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഫിഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആകാം. Most fictional thinking is useful for person and may promote adaptive and coping behavior, while some fictions are harmful. ചിലത് അത്ര നല്ല ഫിഷനൊന്നും അല്ല. ഫോർ എക്സാമ്പിൾ, ദ പേഴ്സൺ ഹു ഹാസ് ദ ഐഡിയൽ ടു ഡൊമിനേറ്റ് മേ ബി ഗൈഡഡ് ബൈ എ ഫോൾസ് ഐഡിയൽ. അപ്പോൾ ചിലരുടെ ആദർശങ്ങൾ, ഐഡിയൽ എന്ന് പറഞ്ഞാൽ ആദർശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ പേഴ്സൺ ഹു ഹാസ് ദ ഐഡിയൽ ടു ഡൊമിനേറ്റ് മേ ബി ഗൈഡഡ് ബൈ എ ഫോൾസ് ഐഡിയൽ. അപ്പം അങ്ങനെ ഒരു ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് ഒരാളുടെ ആദർശം ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ
ആദർശവും ഒരു ഫോൾസായി പോകുന്ന, തെറ്റിലേക്ക് പോകുമെന്ന്. അയാൾക്കിപ്പം ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ, നമ്മളെക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അയാൾക്കിപ്പം അയാളുടെ ആദർശങ്ങളാണ് വലുതെന്ന് വിചാരിക്കുക. അയാൾ വിചാരിക്കുന്നത് അതാ ശരിയെന്ന്. അപ്പോൾ നമ്മളെ അതിലേക്ക് എന്ത് പറ്റും, ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ആദർശങ്ങളും ഒരുപക്ഷെ തെറ്റിലേക്ക് പോകാം. ഫിഷണൽ goals do not exist in future as some kind of universal plan. Fictional finalism does not represent fate. ഫിഷണൽ ഫൈനലിസം എന്ന് പറഞ്ഞാൽ ഫിഷൻ നടക്കാൻ പോകുന്നത് നമ്മൾ ഫൈനലൈസ് ചെയ്യുക, അത് ഒരു വിധിയൊന്നുമല്ല. പിന്നെ they are subjective in nature, here and now truth for a particular individual. അത് അവനവനെ സംബന്ധിച്ച് അവനവനത് റിയൽ തന്നെയാണ്, അത് ട്രൂത്താണ്. If one believes that virtuous people go to heaven and sinners go to hell, it is an ideal only for that particular individual. അപ്പോൾ ചിലർ ബിലീവ് ചെയ്യുന്നത് നല്ല ആളുകൾ സ്വർഗത്തിലും ചീത്ത ആളുകൾ നരകത്തിലും പോകുന്നു എന്നാണ്. അപ്പോൾ അത് ആ വിചാരിക്കുന്ന അങ്ങനെ ഒരു ആദർശം പറയുന്നവനെ സംബന്ധിച്ച് അത് ശരിയാണ്, അവനെ സംബന്ധിച്ച് അയാളുടെ കാഴ്ചപ്പാടിന് അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫെയ്റ്റ് ഒന്നും അല്ല അത്, എല്ലാ ഫിഷനും ഫെയ്റ്റ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അതൊരു പക്ഷേ നമുക്ക് റിയലിസ്റ്റിക് ആക്കാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നാൽ അത് ഇപ്പോൾ ഉള്ളതല്ല. അതാണ് ഈ ഫിഷൻ. ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല, ഭാവിയിലേക്ക് റിയൽ ആയേക്കാം. അത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ചിലത് ഹാംഫുൾ ആയിരിക്കും, ചിലത് പോസിറ്റീവ് ഗ്രോയിങ് ആയിരിക്കും. അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു ഗോളാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ബിഹേവിയർ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഫിഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യാനായിട്ട് അതൊരു ഫേറ്റ് ഒന്നും അല്ലാന്ന്. ഫിഷൻ എന്നുള്ളത് നമ്മൾ ഗോൾ, നമ്മുടെ അച്ചീവ്മെന്റ് ചെയ്യുന്നത് നമുക്ക് വേണം, നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിധി എന്ന് പറയാൻ പറ്റില്ല എന്ന് അറ്റ്ലർ പറയുന്നത്. അത് നമുക്ക് കിട്ടിയേക്കാം, കിട്ടാതിരുന്നേക്കാം. അത് വിധിയൊന്നുമല്ല, നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന ഗോളാണ് എന്നാണ് അറ്റ്ലർ പറയുന്നത്. Striving for superiority. Although striving for superiority does refer to the desire to be better, it also contains the idea that we want to be better than others rather than better in our own right. Striving for superiority എന്ന് പറഞ്ഞാൽ refer to the desire to be better. It also അത് നമുക്കിപ്പോൾ desire to be better നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് കുറച്ചും കൂടി നന്നാവണം. എന്നാൽ അതിൽ ഈ സുപ്പീരിയോറിറ്റി, സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റിയിൽ ഒരു കണ്ടന്റും കൂടെ വരുന്നുണ്ട്. എന്താണ് ആ എലമെന്റ്? ആ കണ്ടന്റ് എന്താണ്? നമുക്ക് മറ്റുള്ളവരെക്കാൾ നന്നാവണമെന്ന്. അതത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള തിങ്കിങ് ആണോ? ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഏത് സെൻസിലും എടുക്കാം. എന്നാൽ അത് യൂഷ്വലി അതത്ര നല്ല, മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായി മതി. എന്നാൽ സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റിയിൽ അങ്ങനെ ഒരു എലമെന്റും കൂടെ വരുന്നുണ്ട്. Adler believed that life is not motivated by need of homeostasis or equilibrium. Homeostasis എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് എന്താ പറയുക, സമസ്ഥാപനം എന്നാണ്. സമസ്ഥാപനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റെബിലിറ്റി. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. നോർ ബൈ മിയർ സർവൈവൽ ടെൻഡൻസീസ് നോർ ബൈ ഇൻക്രീസിങ് പീപ്പിൾ ഡു ബിയോണ്ട് ദ ഡ്രൈവ് ലെവൽ ഓഫ് ഫങ്ഷനിങ് ഈസ് ദ പുഷ് ടു മോർ ഫ്രം അൻ ഇൻറ്റീരിയർ ടു സുപ്പീരിയർ സ്റ്റേറ്റ്. ലൈഫ് ഈസ് നോട്ട് മോട്ടിവേറ്റഡ് ബൈ നീഡ് ഫോർ ഹോമിയോസ്റ്റാസിസ് ഓർ ഇക്വിലിബ്രിയം. നോർ ബൈ മിയർ സർവൈവൽ ടെൻഡൻസീസ് നോർ ബൈ ഇൻക്രീസിങ് പീപ്പിൾ ഡു ബിയോണ്ട് ദ ഡ്രൈവ് ലെവൽ ഓഫ് ഫങ്ഷനിങ് ഈസ് ദ പുഷ് ടു മോർ ഫ്രം അൻ ഇൻറ്റീരിയർ ടു സുപ്പീരിയർ സ്റ്റേറ്റ്. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻറ്റീരിയർ ആയിട്ടുള്ള ഫീലിങ്സിന് നമുക്ക് പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു സുപ്പീരിയർ സ്റ്റേറ്റിലേക്ക്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക്. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് ലൈഫിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സുപ്പീരിയർ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അതാണ് പറഞ്ഞു വന്നത്, ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ്. എന്താണ്? സുപ്പീരിയർ സ്റ്റേറ്റിലേക്ക്, സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റേറ്റിലേക്ക്, സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. അതാണ് ലൈഫിനുള്ള മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ ഫൈനൽ ഗോൾ ടുവേർഡ് വിച്ച് ഓൾ ഹ്യൂമൻസ് സ്ട്രൈവ് ആൻഡ് വിച്ച് ഗീവ്സ് കൺസിസ്റ്റൻസി ആൻഡ് യൂണിറ്റി ടു പേഴ്സണാലിറ്റി. അപ്പോൾ എന്താണ് ഈ ഫൈനൽ ഗോൾ ടുവേർഡ് വിച്ച് എല്ലാവരും സ്ട്രൈവ് ചെയ്യുന്ന ഈ ഫൈനൽ ഗോൾ എന്താണ്? നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് അപ്വേർഡ് ഡ്രൈവ്. The healthy person is always seeking to improve his or her in life.
അപ്പോൾ ഒരു സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ഹെൽത്തി പേഴ്സൺ എപ്പോഴും അവനവനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അതിൽ തെറ്റില്ല. കുറച്ചുകൂടെ നന്നാവാൻ ശ്രമിക്കുക, അതിൽ തെറ്റില്ലല്ലോ. ഇൻ ലേറ്റർ ഇയേഴ്സ് അഡ്ലർ കൺക്ലൂഡഡ് ദാറ്റ് ഇൻ എ ഫങ്ഷനാലിറ്റി നോർമൽ ഇൻഡിവിജ്വൽ ദ സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി ഈസ് സെർച്ച് ഫോർ സെൽഫ് പെർഫെക്ഷൻ. സെൽഫ് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സെർച്ചാണ് എന്ത്? സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി. സെൽഫ് പെർഫെക്ഷൻ, നമ്മൾ നന്നാവുക. അക്കോർഡിംഗ് ടു അഡ്ലർ, pathological liars to maniacs are all demonstrating a striving for superiority which is abnormal. അപ്പോൾ ചിലർ പറയുന്നുണ്ട് അബ്നോർമലാണ് ഈ സുപ്പീരിയോറിറ്റി, സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി കൂടിയാൽ അത് അബ്നോർമലായി പോകാം. ഇനി സുപ്പീരിയോറിറ്റിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഗുഡ് സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും നല്ലൊരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യുക. ഇനി ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാലും പല രീതിയിലുള്ള ഇൻഫീരിയോറിറ്റി ഉണ്ട്. ഓർഗാൻ ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ബൈ ബർത്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു ഓർഗൻ കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും. മറ്റു കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അതൊരു ഒരു എന്താ പറയുക, അതൊരു ഡിസീസ് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ആ കോൺസിക്വൻസ് ഓഫ് എ വീക്ക് ഓർഗൻ, അതിൻ്റെ ഇപ്പോൾ കൈ ഒടിഞ്ഞ ജന്മന കാലിന് സ്വാധീനം ഇല്ലാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ. എന്നാൽ ചിലർ അവനവൻ്റെ മനസ്സിൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാനസികാവസ്ഥ ഉള്ളവർ എന്ത് ചെയ്യും? അതിനെ ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പലരുടെയും കഥകൾ നമുക്കറിയാം. ബ്ലൈൻഡ് ആയിട്ടുള്ള ബിത്തോവൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര മ്യൂസീഷ്യനായി മാറി. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സുധാചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, അവരുടെ കാലൊരു ആക്സിഡൻറ്റിൽ പോയിട്ടും അവർ നന്നായിട്ട് ഡാൻസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഓർഗൻ ഇൻഫീരിയോറിറ്റിന്ന് ഓവർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ ഫീലിങ്ങോട് കൂടി ചിലർ ബെറ്ററായിട്ട് വരുന്നുണ്ട്. എന്നാൽ ചിലരെപ്പോഴും ലൈഫിൽ ആ ഇൻഫീരിയോറിറ്റി, ഓർഗൻ ഇൻഫീരിയോറിറ്റി, എനിക്ക് കാലില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ടെന്നുള്ളതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരും ഉണ്ട്. It is not unless the child uses this fact of inferiority as an ability to prevent himself from carrying out the contributions within his power that inferiority feeling become a complex and prevent the child's normal development. അപ്പോൾ ഇൻഫീരിയോറിറ്റി അങ്ങനെ കൂടി വന്നാൽ അതൊരു കോംപ്ലക്സ് ആയിട്ട് മാറും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കേടാം. Adler was of the opinion that to prevent a negative or neurotic tendency in the child, he should from the first be encouraged to make his contribution towards the well-being of the family. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കുട്ടി ഫാമിലിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെ ഒന്ന് എൻകറേജ് ചെയ്യണം. അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അച്ഛന് വേണ്ടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സിബ്ലിങ്സിന് വേണ്ടി എന്ത് ചെയ്യാം, സഹോദരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യണമെന്ന്. In overcoming inferiority, the individual may attempt to overcompensate for one's frailty and by making it physically strong point. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 1-2 എക്സാമ്പിൾസ് പറഞ്ഞാൽ ഫിസിക്കലി അവർ മറ്റു ഓർഗൻസ് സ്ട്രോങ് ആക്കും. An example of overcompensation for inferiority feeling would be a college student who is ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് ഫ്രണ്ട്സിനോട് മിങ്കിൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ജോയിൻ സെവറൽ ഓർഗനൈസേഷൻസ് ആൻഡ് ബിക്കംസ് പോപ്പുലർ വിത്ത് ഹെർ പിയേഴ്സ്. അവർ പല സ്ഥലത്തും ജോയിൻ ചെയ്ത് പലരും പോപ്പുലറായിട്ട്, പിയേഴ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരുമായിട്ട് ഒത്തുപോകാനായിട്ട് അവർ ബോധപൂർവം ശ്രമം നടത്തും. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും അവരവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെയൊക്കെ. ഇനി ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓഫ് കോഴ്സ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സ് മേ ബി എക്സാഗ്രേറ്റഡ് ബൈ സ്പെഷ്യൽ കണ്ടീഷൻസ് സച്ച് ആസ് പാമ്പറിങ് ഓർ റിജക്റ്റിംഗ് ദ ചൈൽഡ്. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞത്, ഒരു കുട്ടിയുടെ കാര്യം എപ്പോഴും പറയുന്നത് ഇയാളെ ചൈൽഡ് സൈക്കോളജിയിലല്ലേ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ സൈക്കോളജിയെ പറ്റി അധികം ഇതിനായി ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ തുടക്കത്തിൽ അതിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ അതിനെ പാമ്പർ ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്താൽ, നെഗ്ലക്റ്റ് ചെയ്യുകയോ ചെയ്താൽ അത് വളരെ രണ്ടും ഒരുപോലെ നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. പാമ്പർ ചെയ്യുന്നവർക്ക് എന്ത് പറ്റും? വേറെ ആരെങ്കിലും വല്ലതും പറഞ്ഞാലും ഉടനെ ഫീൽ ചെയ്യും. അങ്ങനെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നവരുടെ കാര്യം അതിനേക്കാൾ കഷ്ടം, അവർക്ക് എപ്പോഴും മനസ്സിലൊരു വാശി പോലെയായിരിക്കും. അപ്പോൾ ഈ 2 കാരണങ്ങൾ എന്ത് പറ്റും? ഇവരെ സ്പെഷ്യൽ കണ്ടീഷൻസ്, പാമ്പറിങ്ങും റിജക്ഷനും എന്താ പറ്റുന്നത്? ഇവർക്ക് ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് കൂട്ടും വലുതാവുമ്പോൾ. ഇനി സോഷ്യൽ ഇൻട്രസ്റ്റ്.
Adler's concept of social interest can be defined as caring, a caring concern for the welfare of others that continues throughout life to guide a person's behavior. സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയറിങ്, കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. പല രീതിയിലുള്ള ആളുകളാണുള്ളത്. ചിലർക്ക് സോഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, കാരണം മറ്റുള്ളവരെ ഒന്ന് സഹായിക്കണം എന്ന് തോന്നും. ചിലർക്ക് അങ്ങനെയുള്ള തോന്നണമെന്നില്ല, അവനവൻ്റെ കാര്യം നോക്കി എങ്ങനെയും പോവാന്നുള്ളത്. അതാണ് ഈ സോഷ്യൽ ഇൻട്രസ്റ്റ്. അക്കോർഡിംഗ് ടു അഡ്ലർ, ഇറ്റ് ഈസ് ദ സോഷ്യൽ ഇൻട്രസ്റ്റ് ദാറ്റ് എനേബിൾസ് എ പേഴ്സൺ to strive for superiority in healthy ways, and the lack of it that leads to mal adaptive functioning. അപ്പോൾ അത് ചിലർക്ക് ഹെൽത്തി വേസിൽ ആയിരിക്കില്ല, ചിലർക്ക് പാരവയ്ക്കലും കത്തിക്കുത്തും അങ്ങനെ പല പ്രശ്നങ്ങളും ജോലി സ്ഥലത്തുമൊക്കെ നമുക്ക് അത് ഫീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഷ്യൽ ഇൻട്രസ്റ്റ് അവനവൻ്റെ നിലനിൽപ്പിനോടൊപ്പം മറ്റുള്ളവരും അവരുടെ സഹപ്രവർത്തകരും നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഹെൽത്തി. അല്ല അവരെ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റാൻ, നമുക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതുപോലെ സോഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ചെയ്യുന്നത്. The concept of social interest explains how it is possible for all people to struggle for superiority at once. Ultimately, social interest consists of people striving for the perfection of society as they strive for their own individual perfection. അതാണ് സോഷ്യൽ ഇൻട്രസ്റ്റ്. സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ ഇൻഡിവിജ്വലായിട്ട് പെർഫെക്ഷനിൽ എത്തുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിയും എത്തിക്കോട്ടെ. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള മറ്റുള്ളവർ. In this sense, social interest is the true and inevitable compensation for all the natural weakness of individual human being. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും, എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ്, ഒരാളെ മാത്രം ഡെവലപ്പ് ചെയ്താൽ മതിയോ? പോരാ. അപ്പോൾ അത് എല്ലാവരുടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു കോമ്പൻസേഷനാണ് സോഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളത്. സോഷ്യൽ ഇൻട്രസ്റ്റ് ആസ് എ ബാരോമീറ്റർ ഓഫ് സൈക്കോളജിക്കൽ ഹെൽത്ത്. According to Adler, the degree of social interest represents a useful yardstick for measuring the person's psychological health. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അഡ്ലർ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ പറയുന്നത്? സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാരോമീറ്റർ ആണല്ലോ. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. അപ്പോൾ സോഷ്യൽ ഇൻട്രസ്റ്റ് ബാരോമീറ്റർ ഒന്നുമല്ല. പറഞ്ഞു വരുന്നത് ഡിഗ്രി ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് എന്തുമാത്രം ഉണ്ട് ഒരാൾക്ക് എന്നറിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അയാളുടെ സൈക്കോളജിക്കൽ ഹെൽത്ത് പിടികിട്ടുന്നു. സോഷ്യലായിട്ട് ഇടപഴകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സൈക്കോളജിക്കൽ ഹെൽത്ത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി സ്റ്റൈൽ ഓഫ് ലൈഫ്. ദിസ് ഈസ് ദ Sorgan Adler's personality theory. Style of life is the system principle by which the individual's personality functions. It is the whole that comments the parts. ഒരാളുടെ സ്റ്റൈൽ ഓഫ് ലൈഫ് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? ലൈഫ് സ്റ്റൈൽ റെഫേഴ്സ് ടു ഹൗ യു ലിവ് യുവർ ലൈഫ്, ഹൗ യു ഹാൻഡിൽ പ്രോബ്ലംസ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഓക്കെ, അതാണ് ലൈഫ് സ്റ്റൈലും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ പ്രോബ്ലംസ് നമ്മളെങ്ങനെ, ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ തളർന്നു പോവുകയാണോ, അല്ല നമ്മുടെ പ്രോബ്ലംസ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും, പിന്നെ നമ്മൾക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻസ് മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ അടുപ്പം എങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. Here is what he himself had to say about it. The style of life of a tree is the individuality of a tree expressing itself and molding itself in an environment. അതൊരു ചെടി പോലെയാണെന്നാണ് പറയുന്നത്, ഒരു മരം പോലെ ഇൻഡിവിജ്വലായിട്ട് വളരുന്നുകൊണ്ട് പിന്നെ എൻവയറമെൻറ്റുമായിട്ട് അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് അത് കോപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇൻഫീരിയോറിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ സേസ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ബീയിങ് ഓവർവെൽംഡ് ബൈ അവർ ഇൻഫീരിയോറിറ്റി. ഇഫ് യു ആർ മൂവിങ് എലോങ് ഡൂയിങ് വെൽ ഫീലിംഗ് കോമ്പിറ്റൻറ്റ് യു ക്യാൻ അഫോർഡ് ടു തിങ്ക് ഓഫ് അതേഴ്സ്. നമ്മൾ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ. ഇഫ് യു ആർ നോട്ട്, ഇഫ് ലൈഫ് ഈസ് ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഓഫ് യു, ദെൻ യുവർ അറ്റൻഷൻസ് ബിക്കം ഇസ് ഇൻക്രീസിംഗ്ലി ഫോക്കസ്ഡ് ഓൺ യുവർ സെൽഫ്. അതൊരു നമ്മുടെ സൈക്കോളജി ആണല്ലോ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാം എന്ന് തോന്നിയേക്കാം, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കും. അതേസമയം നമ്മൾ ഹെൽത്തി അല്ല, നമ്മൾ പെർഫെക്റ്റ് അല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്റ്റ് ചെയ്യാനായിട്ട് വിചാരിക്കും, അല്ലേ? നമുക്കറിയാം ഏത് ജാതി ആയാലും നമുക്കറിയാം നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ഗോഡ്സൊക്കെ അവരെ ആദ്യം പ്ലേസ്ഡ് ആക്കുക. അവർ നന്നായിട്ടിരുന്നാലേ അവർക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ,
നമ്മൾ അവരെ കൂടെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒന്നും തരില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം അപ്പോൾ നമുക്ക് വിശന്നിരിക്കുവാണെങ്കിൽ നമ്മുടെ വിശപ്പ് ആദ്യം മാറ്റണം, എന്നിട്ട് വേണം മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാനായിട്ട് ആലോചിക്കുക. അങ്ങനെ നമുക്ക് പറ്റൂ. അതാണ് വളരെ റെയറായിട്ട് അല്ലാത്തവരും ഉണ്ടാവും. ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഇനി they make up for the deficiency compensation, they make up for their deficiencies in some way. The inferior organ can be strengthened and even become stronger than it is in others. ഇതിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലോ, ഓവർ കോമ്പൻസേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇൻഫീരിയർ ആയിട്ടുള്ള ഓർഗൻ അവർ മറ്റുള്ളവരുടെ ഓർഗനേക്കാൾ സ്ട്രോങ്ങർ ആക്കാൻ നോക്കും. or other organs can be overdeveloped to take up the slack, or the person can psychologically compensate for the organic problem by developing certain skills or even certain personality styles. അപ്പോൾ അതാണ് പറയുന്നത്. ഒരാൾക്കൊരു ഓർഗൻ വീക്കാണ് ജന്മന, അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ വീക്കായെന്ന് വെച്ചാൽ അയാൾ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ ആ ഓർഗനേക്കാൾ സ്ട്രോങ്ങർ ആക്കാൻ അയാൾ കഴിയുന്നതും നോക്കും. ഇനി ആ സെയിം ഓർഗൻ തന്നെ സ്ട്രോങ് ആയില്ലെങ്കിൽ അയാൾ മറ്റു ഓർഗൻസിനെ കുറച്ചും കൂടെ അലർട്ടാക്കി വെക്കും. നമ്മൾ യോധ ഫിലിമിൽ കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ അല്ലേ, ഇത് കണ്ണ് പോയിട്ട് ചെവി വെച്ചിട്ടല്ലേ അയാൾ ഓരോ മറ്റുള്ളവരുടെ എനിമീസിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം അറിഞ്ഞിട്ട് ഫീൽ ചെയ്ത് സെൻസ് ചെയ്തിട്ട് അയാൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഓർഗൻ പോയെന്ന് വെച്ചാൽ മറ്റു ഓർഗൻസ് സ്ട്രോങ് ആക്കാൻ നോക്കാം. അഡ്ലർ ഹോൾസ് ദാറ്റ് ദ സ്റ്റൈൽ ഓഫ് ലൈഫ് ഈസ് സ്ട്രോങ് ആക്കാൻ നോക്കുമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇയർലി ഡ്യൂറിങ് ദ ഫസ്റ്റ് 5, അത് ഫ്രോയിഡിൻ്റെ അതേ തിയറി തന്നെയാണ്. ഫസ്റ്റ് 5 ഇയേഴ്സിലാണ് കുട്ടികളുടെ കംപ്ലീറ്റ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അവരെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളതിനെ അറിഞ്ഞിട്ടാണ് ബാക്കി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. അഡ്ലർ ഗേവ് ഇമ്പോർട്ടൻസ് ഫോർ ബർത്ത് ഓർഡർ ഇൻ ഡിറ്റർമിനിങ് സ്റ്റൈൽ ഓഫ് ലൈഫ്. അപ്പോൾ സ്റ്റൈൽ ഓഫ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എങ്ങനെ ജീവിക്കും, പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് അഡ്ലറിൻ്റെ തിയറി അനുസരിച്ച് ബർത്ത് ഓർഡറിലാണെന്ന്. ബർത്ത് ഓർഡറിൽ എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായ കുട്ടി, രണ്ടാമതുണ്ടായ കുട്ടി, അത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഉണ്ടായ കുട്ടി, ഇവരൊക്കെ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. സ്റ്റൈൽ ഓഫ് ലൈഫ് അഡ്ലേഴ്സ് ചീഫ് ഇഡിയോഗ്രാഫിക് പ്രിൻസിപ്പിൾ that explains uniqueness of the person. Everyone has a style of life, but no two people develop the same style. അത് നമ്മുടെ ഇൻഡിവിജ്വേഷൻ്റെ പോലെ ഇരിക്കും. ഒരാളെന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. എത്രയൊക്കെ നോക്കിയാലും മറ്റുള്ളവനെ പോലെ സെയിം ആവാൻ നമുക്ക് പറ്റില്ല. ദ സ്റ്റൈൽ ഓഫ് ലൈഫ് ഗിവ്സ് പേഴ്സണാലിറ്റി എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി ആൻഡ് ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ് ഫ്രം പേഴ്സണാലിറ്റീസ് ഓഫ് അതേഴ്സ്. അല്ലേ, നമുക്ക് സ്റ്റൈൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തൻ അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്നതാണ്. Style of life and striving for superiority distinguish themselves by superior achievements. അപ്പോൾ അതാണ് മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ആക്കുന്നതാണ് എന്ത്, സ്റ്റൈൽ ഓഫ് ലൈഫ്. സൈക്കോളജിക്കൽ ഇൻഫീരിയോറിറ്റീസ് ആർ പവർഫുൾ ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ. ദോസ് ഹു കെയർ ഫോർ ദ ചൈൽഡ് ക്യാൻ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് വെദർ ദ സ്റ്റൈൽ ഓഫ് ലൈഫ് ബിക്കംസ് കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ ഒരു കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അതിനെ അതിൻ്റെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉള്ള തോട്ട്സ്, ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യണം, നശിപ്പിക്കണം എന്നുള്ള തോട്ട്സ്. അതിനെ ആരെ എങ്ങനെ കെയർ ചെയ്യുന്നതനുസരിച്ച് കുറേയൊക്കെ ഇരിക്കുന്നു. കുറേയൊക്കെ ജന്മന ഉണ്ടാവുന്നത് ജനറ്റിക്കുമാണ്. ഇനി ഫോൾട്ടി ലൈഫ് സ്റ്റൈൽസ്. അഡ്ലർ ഹെൽഡ് ദാറ്റ് മാൽ അഡാപ്റ്റീവ് ലൈഫ് സ്റ്റൈൽസ് വേർ ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ 3 conditions of early childhood: organic infirmity, and then pampering or neglect. 3 കാര്യങ്ങളും കൊണ്ടാണ് ഫോൾട്ടായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ്? ഈ ഓർഗാനിക് ഇൻഫേർമിറ്റി, ചില ഓർഗൻസ് ജന്മന വർക്ക് പെർഫെക്റ്റ് അല്ലാതിരിക്കുക, പിന്നെ നമ്മളൊരു കുട്ടിയെ പാമ്പർ ചെയ്യുക അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്നത്. അക്കോർഡിംഗ് ടു അഡ്ലർ, പാമ്പേർഡ് ഇൻഡിവിജ്വൽസ് ആർ പൊട്ടൻഷ്യലി ദ മോസ്റ്റ് ഡേഞ്ചറസ്. അതാണ് പാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, കൂടുതൽ ലാളിച്ച് വളർത്തുന്ന കുട്ടികളാണ് ആക്ച്വലി സൊസൈറ്റിയിൽ അധികം ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ടു എൻകറേജിങ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു ഡെവലപ്പ് ചിൽഡ്രൻ സോഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ടീച്ചേഴ്സും പാരൻസും സോഷ്യൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടുവേർഡ്സ് പ്രിവെൻറ്റിംഗ് ഓർ കറക്റ്റിംഗ് വാട്ട് ഹി ടേംഡ് ദ ഈവിൾസ് ഓഫ് പാമ്പറിങ് മാറ്റി വെച്ചിട്ട് മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാൻ അവരെ ഫ്രീ ആയിട്ട് വിടണം. അതാണ്
The creative power of the self. Adler's concept of creativity of self clearly reflects his anti-mechanistic view of personality, the human of experience but an actor and invitation of behavior. Each person creates his her own particular personality out of the raw material of heredity and experience. റോ മെറ്റീരിയലാണ് ഒരാളുടെ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആരും ആയിക്കോട്ടെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി എന്ത് റോ മെറ്റീരിയലിൽ നിന്ന് വരുന്നതാണ്? ഹെറിഡിറ്റി, അവരുടെ പാരമ്പര്യത്തിൽ നിന്നും മാത്രമല്ല കുറേ അധികം ജനറ്റിക് ആയിരിക്കും നമുക്കുണ്ടാകുന്ന ഫിസിയോളജിക്കലായിട്ടുള്ള അസുഖങ്ങൾ, ശരീരത്തിൻ്റെ സൂക്കേടുകളും മനസ്സിൻ്റെ അസുഖങ്ങളും അധികവും ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അവനവൻ്റെ അനുഭവത്തിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിനുണ്ടാകുന്ന അസുഖങ്ങളും ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അത് ഇവിടെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ്. ഹെറിഡിറ്റി ആൻഡ് എക്സ്പീരിയൻസിൽ നിന്ന് അതാണ് റോ മെറ്റീരിയൽസ്. അതിൻ്റെ The creative power of self is something that intervenes between the stimuli acting upon the person and the responses the person makes to these stimuli. Stimuli എന്ന് പറഞ്ഞാൽ സൈക്കിക് എനർജിയാണ്. ക്രിയേറ്റീവ് പവർ അതാണ്, സ്റ്റിമുലിയാണ് ക്രിയേറ്റീവ് പവറിനെ എൻഹാൻസ് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് പവറിനെ. ക്യാരക്ടറിസ്റ്റിക്സ് റിസർച്ച് മെത്തേഡ്സ്. അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലാതെ. ഇത് ലൈക്ക് ഫ്രോയിഡ്, അഡ്ലർ വാസ് എ ക്ലിനീഷ്യൻ, നോട്ട് ആൻ എക്സ്പെരിമെന്റലിസ്റ്റ്. പിന്നെ റിസർച്ചേഴ്സ് have explored Adlerian concepts, particularly in his notion of birth order. അപ്പോൾ ബർത്ത് ഓർഡറിനെ പറ്റിയൊക്കെയുള്ള ഇയാളുടെ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളൊരു ഫ്രോയിഡിൻ്റെ പോലെ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെയായിരുന്നു. അയാൾ വെറുതെ എക്സ്പെരിമെൻ്റ് നടത്തി വല്ലതും പറയുന്ന ആളല്ല, ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു അഡ്ലറും. ഇനി ചൈൽഡ്ഹുഡിനെ പറ്റി. ഇൻഫാക്ട് ദ പ്രോട്ടോടൈപ്പ് ഓഫ് യുവർ ലൈഫ് സ്റ്റൈൽ ടെൻസ് ടു ബി ഫിക്സ്ഡ് ബൈ അബൌട്ട് 5 years old. നമ്മുടെ ലൈഫ് സ്റ്റൈൽ 5 years old ഫിക്സ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു. പിന്നെയും പറയുന്നത് പാമ്പറിങ്ങിൻ്റെ നെഗ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ബർത്ത് ഓർഡറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. എന്ത് പറഞ്ഞപ്പോൾ? ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ? ലൈഫ് സ്റ്റൈൽ വരുന്നത് ബർത്ത് ഓരോ ഫസ്റ്റ് ചൈൽഡിന് എങ്ങനെയാണ്, സെക്കൻഡ് ചൈൽഡിന് എങ്ങനെയാണെന്നുള്ള ലൈഫ് സ്റ്റൈലിൽ വരുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞില്ലേ? അതാണ് പറയുന്നത്. ആദ്യം ഉണ്ടായ കുട്ടിയാണെങ്കിലോ, അക്കോർഡിംഗ് ടു അഡ്ലർ, ദ ഫസ്റ്റ് ബോൺ ചൈൽഡ് ഈസ് ദ എൻവിയബിൾ പൊസിഷൻ ഫോർ ദ ടൈം ഓഫ് ബീയിങ് എ ഓൺലി ചൈൽഡ്. ആദ്യം ഉണ്ടാകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛനമ്മമാർക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും, ഭയങ്കര കെയറിങ് ആയിരിക്കും. അത് ഓൺലി ചൈൽഡാണ് ആദ്യം. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അത് കൂടുതൽ എല്ലാവരുടെ അറ്റൻഷൻ പാരൻസിൻ്റെയൊക്കെ പിടിച്ചു പറ്റാൻ നോക്കും. പിന്നെ ദ ചൈൽഡ് ലേൺസ് ദാറ്റ് ദ പാരൻസ് ആർ ടു ബിസി ടു ടോളറേറ്റ് ഇൻഫാൻറ്റൽ ഡിമാൻഡ്സ്. പിന്നെ അതിന് മനസ്സിലാവും അച്ഛനമ്മമാർ ബിസിയാണെന്നുള്ളത് മനസ്സിലാവും. എന്നാലും അതിന് ഐസൊലേഷന് വേണ്ടിയിട്ട് അത് ചിലപ്പം അത് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടും. എന്നാലും അച്ഛനമ്മമാരുടെ പെറ്റ് തന്നെയായിരിക്കും അത്. ഇനി സെക്കൻഡ് ചൈൽഡ് ആണെങ്കിലോ, സെക്കൻഡ് ചൈൽഡ് ഫസ്റ്റ് ചൈൽഡിനേക്കാൾ പെട്ടെന്ന് അത് എല്ലാ ഡെവലപ്മെൻറ്റും മനസ്സിനും ശരീരത്തിനും അതിന് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. കാരണം അതിനെ കണ്ടുപഠിക്കാനും കൂട്ടുകൂടാനും അതിൻ്റെ ഒരു എൽഡർ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടാവും. ഇനി ലാസ്റ്റ് ബോൺ ചൈൽഡ് ആണെങ്കിലോ അതിന് കണ്ടുപഠിക്കാൻ ഒരുപാട് സിബ്ലിങ്സ് ഉണ്ടാവും. ദ ലാസ്റ്റ് ബോൺ പൊസസസ് വൺ അഡ്വാൻറ്റേജ്, എ ഹൈ മോട്ടിവേഷൻ ടു സർപ്പാസ് ഓൾഡർ സിബ്ലിങ്സ്. എല്ലാവരിൽ നിന്നും അതിന് മോട്ടിവേഷൻ കിട്ടും. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ചൈൽഡ്ഹുഡിലില്ല, കാരണം അതിന് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ഇനി ഒറ്റക്കുട്ടിയാണെങ്കിലോ, Adler's view is that the only child often has difficulty interacting with peers എന്ന് പറഞ്ഞാൽ സഹപാഠി. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരുമായിട്ട് ഇടപഴകാൻ ഒറ്റക്കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. ഇനി ഇതൊന്ന് ടാബുലൈസ് ചെയ്ത് പറഞ്ഞേക്കാൻ ഒരു ടേബിൾ ആക്കിയേക്കാണ്. ഫസ്റ്റ് ബോൺ ചൈൽഡ്, സെക്കൻഡ് ബോൺ ചൈൽഡ്, ലാസ്റ്റ് ബോൺ ചൈൽഡ്, ദെൻ ഉള്ളി ഒറ്റക്കുട്ടി. എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളീ പറഞ്ഞത് തന്നെ ഒരു ടാബുലർ ഫോമിൽ പറഞ്ഞേക്കാണ്. അറ്റൻഷൻ എങ്ങനെയാണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഫീൽസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുവാണ്. ഇനി ഏർലി മെമ്മറീസ്. Without ignoring the importance of unconscious material, Adler found that some of the most revealing psychological phenomena were reflected in people's conscious memories. Moreover, he pointed out that all memories in some way express the style of life. There are no change memories,
For we choose remember things that we feel have an important bearing in our ലൈഫ് സിറ്റുവേഷൻ. നമുക്ക് ഏർലി മെമ്മറീസും വളരെ വാല്യുബിൾ ആണ് ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളെ നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വിടും. ഇനി അഡ്ലൈസ് ടൈപ്പോളജി എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ ഈ ചാപ്റ്ററിന്. Adler developed a schema for typing people that may be helpful in understanding the nature of abnormalities. He views the degree of ability and the degree of social interest as significant factors in living. അപ്പോൾ പീപ്പിൾ ഇത് മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അബ്നോർമാലിറ്റീസ് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഹി വ്യൂസ് ഡിഗ്രി ഓഫ് എബിലിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ലൈഫ് സ്റ്റൈലിൻ്റെ ടോപ്പോളജി ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഡിഗ്രി ഓഫ് എബിലിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഇയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യു മസ്റ്റ് ബി ആക്റ്റീവ് ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ദ 3 മേജർ പ്രോബ്ലം ഫോർ ലിവിംഗ് വൊക്കേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി. യു മസ്റ്റ് ഓൾസോ കേപ്പബിൾ ഓഫ് റിലേറ്റിംഗ് ടു അതർ പീപ്പിൾ. വിത്ത് ദീസ് 2 dimensions അഡ്ലർ ഫോംഡ് ഹിസ് ടോപ്പോളജി ആസ് ഫോളോസ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി, അതുപോലെ നമ്മുടെ ഫാമിലി, നമ്മുടെ ലിവിങ് വൊക്കേഷൻ, ഇതെല്ലാം നമ്മൾ കൺസേൺ ആയിരിക്കണമെന്ന്, നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കൊണ്ടുപോകണം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിട്ട് വരും. ടോപ്പോളജി ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ കാറ്റഗറിയിലാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ടൈപ്പിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരോട് ടൈപ്പ് ചെയ്യാൻ പറയാമെന്നല്ല, അവരെ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് ടൈപ്പോളജി എന്ന് പറഞ്ഞത്. ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ അനലൈസ് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന്. ആ കാറ്റഗറീസാണ് ഈ പറയുന്നത്. ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ള ടൈപ്സ് അല്ല, അത് ടൈപ്പ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഏതൊക്കെ ടൈപ്പാന്ന് നോക്കിക്കേ. ടോപ്പോളജിയിൽ വരുന്നത് ഹൈ ആക്ടിവിറ്റി, ലോ സോഷ്യൽ ഇൻട്രസ്റ്റ്. ഇതൊക്കെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. നല്ല എനർജറ്റിക് ആണ്, അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ വേണമെന്നുണ്ട്. പെർസീവിങ് ദെയർ ഓൺ എൻസ് ആണ്, തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. വർക്ക് സെൽഫിഷ്ലി ഫോർ ദെയർ ഓൺ ഗോൾസ്, പക്ഷേ സെൽഫിഷാണ്. മാനിപ്പുലേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് അതേഴ്സ് ബിക്കോസ് ദേ ലാക്ക് ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. ഹൈ ആക്ടിവിറ്റി, ലോ സോഷ്യൽ ഇൻട്രസ്റ്റ്, അതായി പറഞ്ഞു. നല്ല ആക്റ്റീവാണ്, ഗോൾസൊക്കെ അച്ചീവ് ചെയ്യും, പക്ഷെ എന്താണ് സോഷ്യൽ ഇൻട്രസ്റ്റ് കുറവാണ്. ദെൻ ലോ ആക്ടിവിറ്റി, ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള ആളുകൾ ഒന്നും ചെയ്യാനൊക്കെ മടിയാണ്, പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കും. വല്ലവരും എല്ലാവരുമായിട്ടും നല്ല കമ്പനി കൂടിയും എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയും അടുത്തിരുന്നും അങ്ങനെയൊക്കെ ആയിട്ട് അവരെന്ത് പറ്റും, അവർക്ക് വേണ്ട ഗോൾസ് അവരെങ്ങനെയെങ്കിലും വളരെ ചാമിങ് ആയിട്ട് ബിഹേവ് ചെയ്ത് അവർ അച്ചീവ് ചെയ്യും. ഇനി ലോ ആക്ടിവിറ്റി, ലോ സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാലോ കൂട്ടുകൂടാനും ഇഷ്ടമില്ല, ആക്ടിവിറ്റിക്കും താല്പര്യമില്ല. അപ്പോൾ അവർ റെസ്പോൺസിബിൾ ആവില്ല, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല. ആക്ടിവിറ്റി ഇല്ല, സോഷ്യൽ ഇൻട്രസ്റ്റും ഇല്ല, അവർ ഒതുങ്ങി അവിടെ എവിടെയും നിന്നോളും. ഹൈ ആക്ടിവിറ്റി ആൻഡ് ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റ്, അതാണ് ഒരു നോർമൽ പേഴ്സൺ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതുവരെ വന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഹൈ ആക്ടിവിറ്റിയും വേണം, ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റും വേണം, എന്നാലും നമ്മൾ നോർമലാവുള്ളൂ. എന്ന് വെച്ചാലോ അവനവൻ്റെ പ്രശ്നങ്ങൾക്കും അവനവൻ്റെ ഗോൾസും സെറ്റ് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ, social oriented people work amicably and cooperatively with others. These people achieve personal goals in the context of various social groups, their work setting, family and community. അവരുടെ കൊളീഗ്സിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ അവരുടെ അച്ചീവ്മെൻറ്റ്സും അവർ ഫുൾഫിൽ ചെയ്യും. അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈപ്പ് പേഴ്സൺ, നോർമൽ പേഴ്സൺ. ഏതാ? ഹൈ ആക്ടിവിറ്റി, ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് അഡ്ലൈഡ്സിൻ്റെ ടോപ്പോളജിയെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ ഏകദേശം എൻഡിലേക്ക് വന്നു തുടങ്ങി. അഡ്ലർ വാസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹു ബ്രേക്കപ്പ് വിത്ത് ഫ്രോയിഡുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റാണ് അഡ്ലർ. അതുപോലെ തന്നെ ഫ്രോയിഡിൻ്റെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളാണ് ജെൻസ് അല്ലേ? അഡ്ലർ പ്രപ്പോസ്ഡ് ഫങ്ഷൻ, ഇത് ചുരുക്കി പറഞ്ഞേക്കുന്ന നമ്മുടെ ഫിഷണൽ ഫൈനലിസം, ഫിഷനെ പറ്റി പറഞ്ഞു, ഫിഷൻ, സയൻസ് ഫിഷൻ എന്നൊക്കെ പറഞ്ഞു. which states that people are more affected by their expectations of future than their past experiences. അത് ഫിഷൻ ഫൈനലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം ആളുകളും
ഭാവിയിൽ എന്തുണ്ടാവും എന്നുള്ളതിനെ പറ്റിയല്ലേ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. അതാണ് ഫിഷൻ. ദ ഫങ്ഷണലി നോർമൽ ഇൻഡിവിജ്വൽ ഈ സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി, സെൽഫ് പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട്. പിന്നെ ഇൻഫീരിയോറിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു, ഓർഗൻ ഇൻഫീരിയോറിറ്റി അതൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ പറഞ്ഞത്, ഓർഗൻ ഇൻഫീരിയോറിറ്റി, അതുപോലെ പാമ്പറിങ്, അതുപോലെ നെഗ്ലക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നതിന് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ബോൺ ബേബിയുടെ ലൈഫ് സ്റ്റൈൽ എന്താകും, സെക്കൻഡ് എന്താവും, ദെൻ ഓൺലി ചൈൽഡിൻ്റെ എന്താണ് ബിഹേവിയർ എന്നുള്ളതിനെയൊക്കെ. പിന്നെ ടോപ്പോളജിയെ പറ്റിയും പറഞ്ഞു. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റാണ്. ട്രേസ് ദ പോസിബിൾ ഇൻഫ്ലുവൻസ് ഓഫ് ബയോഗ്രഫിക്കൽ എക്സ്പീരിയൻസസ് ഓഫ് ആൽഫ്രഡ് അഡ്ലർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ് തോട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും, എന്ത് പറയും, ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറയും എല്ലാ സൈക്കോളജിസ്റ്റിൻ്റെയും തിയറിയിൽ അവരുടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പിൻ്റെ സിറ്റുവേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ആൽഫ്രഡ് അഡ്ലറുടെ ബയോഗ്രഫിക്കൽ സ്കെച്ച് എടുത്ത്, ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ തോട്ട്സിനെ അയാളുടെ നേച്ചറും അയാളുടെ സിറ്റുവേഷൻസും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. പിന്നെ അയാളുടെ ബയോഗ്രഫിക്കൽ എക്സ്പീരിയൻസസ് പറയും. ജനിച്ചതെന്നാണ്, എവിടെയായിരുന്നു, ഹിറ്റ്ലറെ പേടിച്ച് അമേരിക്കയിലേക്ക് പോയതും, പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ ഡിഗ്രി എടുത്തതും, സൈക്യാട്രിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തതും, ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ആയിരുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ പറയും. പിന്നെ മാർക്ക് അനുസരിച്ച് അയാളുടെ തിയറീസിനെ, അയാളുടെ തോട്ട്സിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പോലെ നമ്മൾ പറയും മാർക്ക് അനുസരിച്ച്. ഡിസ്കസ് അഡ്ലേഴ്സ് ഫിഷണൽ ഫൈനലിസം. ഫിഷണൽ ഫൈനലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഭാവിയിൽ നടക്കാവുന്നത്, അതാണ് ഫിഷൻ. നടക്കണമെന്ന് നിർബന്ധമില്ല, മിക്കവാറും നടക്കാവുന്ന ഒരു സാധനം, ഒരു സംഭവമാണ് ഫിഷൻ. അത് ഫൈനലൈസ് ചെയ്യുക. അത് ഫെയ്റ്റ് അല്ല എന്ന് പറഞ്ഞു, അതൊരു വിധിയാന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ ടു ബി ഓർ നോട്ട് ടു ബി, അത് നടന്നാലും ഇല്ലെങ്കിലും അതൊരു വിധിയൊന്നുമല്ല, നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ഗോള്. എക്സ്പ്ലെയിൻ അഡ്ലേഴ്സ് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി. സ്ട്രൈവ് ചെയ്യുന്ന സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് പെർഫെക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അവന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി സോഷ്യൽ ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ലറെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യലി കമ്മിറ്റ്മെൻറ്റ് എന്തുമാത്രം ഉണ്ട് ഒരു പേഴ്സണ്, അതാണ് അയാളെ ഹെൽത്തി ആക്കുന്നത്. ആ സോഷ്യൽ ഇൻട്രസ്റ്റ് മെഷർ ഇറ്റ്സ് എ ബാരോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോഷ്യൽ ഇൻട്രസ്റ്റ് ഈസ് എ ബാരോമീറ്റർ ഫോർ മെഷറിങ് പേഴ്സണാലിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. പേഴ്സണാലിറ്റി മെഷർ, ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് തന്നെ എന്താണ് സോഷ്യൽ ഇൻട്രസ്റ്റ്, സാമൂഹിക താല്പര്യങ്ങളുണ്ടോ എന്നുള്ളത്. എലൂസിഡേറ്റ് അഡ്ലേഴ്സ് സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി. സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി സ്റ്റൈൽ ഓഫ് ലൈഫിൻ്റെ കാര്യം എന്താണ്, സ്റ്റൈൽ ഓഫ് ലൈഫ് എന്താണ്, അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ അയാളുടെ ഫാമിലിയിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻസ് എങ്ങനെയാണ് അയാൾ കീപ്പ് ചെയ്യുന്നത്, അതാണ് സ്റ്റൈൽ ഓഫ് ലൈഫ്. അപ്പം അതിന് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതണം, സ്റ്റൈൽ ഓഫ് ലൈഫിനെ എന്താ പറഞ്ഞത്, അതിൻ്റെ എന്താ പറഞ്ഞത് നമ്മൾ നേരത്തെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, മറ്റേ ഫസ്റ്റ് ബോൺ ബേബിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓരോരുത്തരുടെയും സ്റ്റൈൽ ഓഫ് ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ചൈൽഡിനെ വളർത്തിക്കൊണ്ട് വരുന്നവരാണെന്നുള്ളതും, അതിൻ്റെ ബോൺ സ്റ്റേജസിനെ പറ്റി ആദ്യം ഉണ്ടായതാണോ രണ്ടാമതുണ്ടായതാണോ അതൊക്കെ നമുക്ക് മാർക്ക് അനുസരിച്ച് പറയാം. പിന്നെ ക്രിയേറ്റീവ് പവർ, അതൊക്കെ ഈ സുപ്പീരിയോറിറ്റി, സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റിയിൽ പെർഫെക്റ്റ് ആവാൻ നേരത്തുണ്ടാകുന്ന ക്രിയേറ്റീവ് പവർ, അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. പേഴ്സണാലിറ്റി തിയറി ആൻഡ് ബർത്ത് ഓർഡർ അതറിയാം. പിന്നെ അഡ്ലേഴ്സ് ടൈപ്പോളജി ആൻഡ് ടൈപ്പോളജിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റ്, ഹൈ ആക്ടിവിറ്റി, അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ. അതിനു മുമ്പ് കുറേ പേരുടെ കാര്യം പറഞ്ഞായിരുന്നു. ലോ ആക്ടിവിറ്റി, ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റ് അല്ലേ. ലോ ആക്ടിവിറ്റി ഇല്ല എന്നാൽ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ അടുത്ത് കൂടുതൽ സമയം പോയിരുന്നും അവരുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുമൊക്കെ വല്ലതൊക്കെ കിട്ടിയാൽ മേടിച്ചും കൊണ്ട് പോരും അത്. പിന്നെ പക്ഷെ ഹെൽത്തി ആയിട്ടുള്ളത് എങ്ങനെയാണ്, എന്ത് ടൈപ്പാണ് ഹെൽത്തി, എന്ത് ടൈപ്പോളജിയിൽ എന്ത് ടൈപ്പാണ് ഹെൽത്തി, ഹൈ ആക്ടിവിറ്റി ആൻഡ് ഹൈ സോഷ്യൽ ഇൻട്രസ്റ്റ്. അവനവൻ്റെ കാര്യങ്ങളും ചെയ്യണം,
കൊളീഗ്സിൻ്റെ കാര്യങ്ങളും കമ്മ്യൂണിറ്റിയിലെ കാര്യങ്ങളും ഫാമിലിയിലെ കാര്യങ്ങളും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നവനാണ് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി. വാട്ട് ഡിഡ് അഡ്ലർ മീൻ ബൈ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ആൻഡ് കോമ്പൻസേഷൻ? ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാകാമെന്നാണ് പറഞ്ഞത്? ഓർഗൻ ഇൻഫീരിയോറിറ്റി, ദെൻ എന്താണ് നമ്മുടെ പാമ്പറിങ്, പിന്നെ നെഗ്ലക്ഷൻ അല്ലേ? ഈ മൂന്നിന്നുമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഓർഗൻ ഇൻഫീരിയോറിറ്റി ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ ഓവർ കോമ്പൻസേറ്റ് ചെയ്ത് മുന്നേറുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാമ്പറിങ്, കുട്ടികളെ കൂടുതൽ പാമ്പർ ചെയ്യുകയോ കൂടുതലായിട്ട് നെഗ്ലക്റ്റ് ചെയ്യുകയോ ചെയ്താൽ രണ്ടും അവർ സമൂഹത്തിന് ദോഷം ചെയ്യും. കൂടുതലായിട്ട് പാമ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇങ്ങനെ അടുക്കി പിടിക്കുക, പുറത്തേക്ക് കളിക്കാനും ഒന്നും വിടാതെ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനും വിടാതിരുന്നാലും കുട്ടികൾക്ക് എന്ത് പറ്റും? കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പം, അതാ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത്, കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പം സഹപാഠികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പാമ്പർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ നെഗ്ലക്റ്റ് ചെയ്യുന്നവർക്കോ അത് അതിനേക്കാൾ അപ്പുറം. നെഗ്ലക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കഴിവുകളോ അവൻ്റെ സംസാരം പോലും അച്ഛനമ്മമാർക്ക് കേൾക്കാനും സമയമില്ല, അതുങ്ങളെ ഡയറക്റ്റ് ചെയ്യാനും സമയമില്ല, അതുങ്ങളെങ്ങനെയൊക്കെയോ വളർന്നു കോളേജിലും പഠിക്കാനും ഒക്കെ എത്തി. അങ്ങനെയാകുമ്പോൾ അയാൾ സമൂഹത്തിന് തന്നെ ഒരു ഡേഞ്ചറായിട്ട് മാറും. കാരണം ഒരു വാശി എപ്പോഴും, അയാൾ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അയാൾ എന്തും കാണിക്കും അങ്ങനെ. അപ്പോൾ അതാണ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വരുന്നത് ഈ 3 ഫാക്ടേഴ്സിൽ കൂടെയാണ്. അതിൻ്റെ കോമ്പൻസേഷനും ഉണ്ട് അല്ലേ? ഓർഗൻ ഇൻഫീരിയോറിറ്റിയിൽ നമ്മൾ പറഞ്ഞു, ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്ന പല ആളുകളുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓരോ ഓർഗൻ വീക്ക് ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ മാക്സിമം അവർ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രമിക്കും. മോട്ടിവേഷൻ ഉള്ളവരാട്ടോ, ഇല്ലാത്തവർ വല്ലയിടത്തും ഇരിക്കും, അത്രേ ഉള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. എന്നാലും അധികവും നമുക്ക് സോഷ്യലി നമുക്ക് സമൂഹത്തിൽ ശ്രദ്ധിച്ചറിയാം, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ള ആള് മറ്റു കാര്യങ്ങളിൽ നമ്മളെക്കാൾ ചിലപ്പോൾ ഹൈ ആയിരിക്കും. നമ്മൾ അയ്യോ ഇതിനൊന്നും പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന, പക്ഷേ അയാളുടെ മറ്റ് ഓർഗൻസ് അയാൾ വളരെ അലേർട്ടായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. കാരണം അയാൾക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ചെവി കേൾക്കാത്തതാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് കണ്ടു കാണാൻ പാടില്ലാത്തതാണല്ലോ, അപ്പോൾ എൻ്റെ ചെവി കുറച്ചും കൂടെ ഒന്ന് അലേർട്ടായിരിക്കണം, എന്നാലും എനിക്ക് മറ്റുള്ളവരുടെ കൂട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യാനും സെൻസ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അങ്ങനെ യോധയിലെ കാര്യം പറഞ്ഞ പോലെ, യോധയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടറില്ലേ, അതുപോലെ. അപ്പോൾ അതാണ് ഈ ഓവർ കോമ്പൻസേഷൻ്റെ കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാർക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ.